ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധരുടെ ജീവിതങ്ങളെ ആസ്പദമാക്കിയുള്ള എപ്പിസോഡുകളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വിശുദ്ധരുടെ ജീവിതങ്ങളുമായി ബന്ധപ്പെട്ട ഒരു തീർത്ഥാടനത്തിന് നമ്മൾ തുടക്കം കുറിക്കുകയാണ്. വിശുദ്ധരാരായിരുന്നു, എന്തിനാണ് പ്രത്യേകമായ വിധം വ്യക്തികളെ വിശുദ്ധരായിട്ട് സഭ പ്രഖ്യാപിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് നമ്മൾ ഇന്ന് ഒരു ആമുഖ സന്ദേശം എന്ന വിധം കടന്നു ചെല്ലുന്നു. തുടർന്നുള്ള എപ്പിസോഡുകളിൽ വ്യത്യസ്തരായ വിശുദ്ധരെ ഓരോരുത്തരെയും അടുത്ത് കണ്ട് അറിഞ്ഞ് അനുഭവിച്ച് നമ്മൾ അവരുടെ ജീവിതങ്ങളിലേക്ക് യാത്ര ചെയ്യും. അങ്ങനെയുള്ളൊരു തീർത്ഥാടനത്തിലേക്കാണ് നമ്മൾ ഇന്ന് പ്രവേശിക്കുന്നത്. മുഖ്യമായിട്ടും ഈ പരമ്പരയിൽ അഴുകാത്ത ശരീരമുള്ള വിശുദ്ധരെ പ്രത്യേകിച്ച് നമ്മൾ നോക്കിക്കാണുന്നു. അവരുടെ ജീവിതങ്ങളെ അപഗ്രഥിക്കാനും അനുകരിക്കാനും നമ്മൾ ആത്മാർത്ഥമായി ശ്രമിക്കുന്നു. ദ ഇൻകറപ്റ്റബിൾസ്, അഴുകാത്ത ശരീരമുള്ള വിശുദ്ധർ ധാരാളമുണ്ട് എന്ന കാര്യം അടുത്ത നാളുകളിലാണ് ഞാൻ അറിയുവാനിടയായത്. ആദ്യം നമുക്ക് വിശുദ്ധരിലേക്ക് തന്നെ ഒന്ന് തിരിയാം. ആരാണ് വിശുദ്ധർ? തിരുവചനത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സഭയുടെ കാഴ്ചപ്പാടിൽ എല്ലാവരും വിശുദ്ധരാണ്, വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. വിശുദ്ധിയിലേക്കുള്ള വിളി സാർവത്രികമാണെന്നാണ് അതിൻ്റെ അർത്ഥം. ഞാനും നിങ്ങളുമെല്ലാം വിശ്വസിക്കുന്നവരൊക്കെ വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. മത്തായി സുവിശേഷം 5-ാം അധ്യായം 48-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കും: നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. പിതാവിൻ്റെ പരിപൂർണതയിലേക്കുള്ള വിളിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഒരിക്കലും നമുക്ക് ഈ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരാൻ പറ്റില്ല എന്നുള്ളത് പരമാർത്ഥമാണ്. പക്ഷേ ആ ഒരു വിളി മുമ്പിൽ സ്വപ്നം കണ്ടുകൊണ്ട് സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളെന്ന നിലയിൽ ആ പരിപൂർണതയെ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ പരിമിതികളിൽ നിന്നുകൊണ്ട് യാത്ര ചെയ്യുക, തീക്ഷ്ണമായി അധ്വാനിക്കുക, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഇതാണ് പിതാവിൻ്റെ ആഗ്രഹം, മക്കളെക്കുറിച്ചുള്ള ആഗ്രഹം. പൗലോസ്ലീഹായുടെ ലേഖനങ്ങളിൽ വളരെ വ്യക്തമായിട്ട് പൗലോസ്ലീഹ സഭകൾക്ക് എഴുതുമ്പോൾ വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവർ, വിശുദ്ധരാകാൻ കടപ്പെട്ടവർ എന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ടല്ലോ. എഫേസോസ് ലേഖനം 1-ാം അധ്യായം 4-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കും: തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ വേണ്ടി ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ഈശോ മിശിഹായിൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടു. മനോഹരമാണത്. തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ വേണ്ടി ഈശോ മിശിഹായിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ. സ്നേഹത്തിൽ, പരിശുദ്ധിയിൽ, നിഷ്കളങ്കതയിൽ ആയിരിക്കുക. പരിശുദ്ധമായ സ്നേഹത്തിൽ ജീവിക്കാൻ പറ്റുന്നതാണ് വിശുദ്ധി. കാരണം ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹമായതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ മക്കൾ സ്നേഹത്തിൻ്റെ സംശുദ്ധിയിലേക്ക് വളരാനായിട്ട് കടപ്പെട്ടവരാണ്. ദൈവം അസ്തിത്വപരമായിട്ട് സ്നേഹമാണ്, സ്നേഹത്തനിമയാണ്. അപ്പോൾ ഈ ദൈവപിതാവിൻ്റെ സ്നേഹത്തിൽ പങ്കുചേരാനുള്ള ക്ഷണമാണ് ഈശോ മിശിഹായിലൂടെ നമുക്കൊക്കെ ലഭിച്ചിരിക്കുന്നത്. എന്തുമാത്രം നിർവ്യാജമായിട്ട്, നിഷ്കളങ്കമായിട്ട്, ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ പറ്റും, അതാണ് അഗാപ്പെ എന്ന് പറയുന്ന ആ ക്രിസ്ത്യൻ ലവ്. അതിലേക്കാണ് നമ്മൾ വളർന്നെത്തുക. സ്വാഭാവികമായ ഒരു സ്നേഹം, ഒരു പ്രവണത, ഒരു ആകർഷണം, ഇഷ്ടം എന്നതിനൊക്കെ അതീതമായ ഒന്നാണത്. ഇഷ്ടത്തിൻ്റെ ഒരു തലം വിട്ട് സ്നേഹത്തിൻ്റെ തലത്തിലേക്കുള്ള ഒരു വലിയ വളർച്ചയാണ് നമ്മൾ മുമ്പിൽ കാണുന്നത്. അപ്പോൾ ഈ സ്നേഹത്തിൻ്റെ തലത്തിലേക്ക് എത്ര ആത്മാർത്ഥമായിട്ട്, എത്ര അർത്ഥപൂർണമായിട്ട് നമുക്ക് വളരാൻ, ത്യാഗസമർപ്പണം നടത്താൻ പറ്റുമോ അതനുസരിച്ചാണ് യഥാർത്ഥത്തിൽ വിശുദ്ധിയുടെ വളർച്ച. വിശുദ്ധിയെ അളക്കാൻ പറ്റില്ല സ്വാഭാവികമായിട്ടും. പക്ഷേ വിശുദ്ധി ഏതെങ്കിലും ഒരു മാനദണ്ഡം വെച്ച് അളക്കാൻ പറ്റുമെങ്കിൽ അത് സ്നേഹത്തിൻ്റെ മാനദണ്ഡം മാത്രമാണ്. കാരണം ദൈവം സ്നേഹമായതുകൊണ്ട് ദൈവത്തോട് ചേർന്നിരിക്കുന്ന വ്യക്തികളൊക്കെ സ്നേഹത്താൽ നിറയുന്നു, സ്നേഹത്താൽ നിറയേണ്ടവരാണ്. പ്രാർത്ഥിച്ചിട്ടും സ്നേഹം നിറയുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം പ്രാർത്ഥന ശരിയല്ലെന്നുള്ളതാണ്, നമ്മുടെ പ്രാർത്ഥനയുടെ ശൈലി ശരിയല്ലെന്നുള്ളതാണ്. അപ്പോൾ പ്രാർത്ഥനയിൽ ദൈവത്തോട് അടുത്തായിരിക്കുന്ന വ്യക്തിക്ക് യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന വ്യക്തിയായിട്ട് മാറാതിരിക്കാൻ തരമില്ല. ആത്മാർത്ഥമായ സ്നേഹം, ആയിരിക്കുന്ന അവസ്ഥയിൽ കാണുന്ന, സ്വീകരിക്കുന്ന ഒരു സ്നേഹം, ഇങ്ങനെയുള്ള സ്നേഹത്തനിമയിൽ, നിഷ്കളങ്കതയിൽ ആയിരിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണെന്നാണ് നമ്മെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അതുകൊണ്ട് വിശുദ്ധിയുടെ ഈ സാർവത്രികമായ വിളിയും മാനദണ്ഡവും കൃത്യമായിട്ട് മനസ്സിലാക്കി സ്വീകരിക്കാൻ നമ്മളെല്ലാം കടപ്പെട്ടവരാണ്.
തിരുസഭയെക്കുറിച്ചുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ, രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രത്യേക കോൺസ്റ്റിറ്റ്യൂഷൻ 40-ാമത്തെ നമ്പറിൽ ഇതിൻ്റെ വ്യാഖ്യാനം നൽകുന്നുണ്ട്. എല്ലാവരും സാർവത്രികമായിട്ട് തന്നെ വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. ഈയൊരു വ്യക്തമായ കാഴ്ചപ്പാട് നമ്മുടെയൊക്കെ മനസ്സിൽ ആഴത്തിൽ പതിയണം. കുറച്ചുപേര് മാത്രം വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരെന്നല്ല, എല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. അങ്ങനെ വരുമ്പോഴാണ് മറ്റൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ ഉയരുന്നത്. എങ്കിൽ പിന്നെ എന്തിനാണ് ചില ആളുകളെയൊക്കെ സഭ വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കുന്നത്? ന്യായമായൊരു ചോദ്യവും ചിന്തയുമാണ്. അതിന് വ്യക്തമായ ഉത്തരമുണ്ട് തിരുസഭയ്ക്ക്. വിശുദ്ധരെ മാതൃകയായിട്ട് നൽകുന്നു, വിശുദ്ധരെ മധ്യസ്ഥരായി തരുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ, മറ്റു വാക്കുകളിൽ കുറച്ചുകൂടെ നമുക്ക് അടുത്ത് അതിനെ അപഗ്രഥിച്ചാൽ ഒരു 3 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വിശുദ്ധർ അടയാളങ്ങളാണ്, വിശുദ്ധർ സാധ്യതകളാണ്, വിശുദ്ധർ സഹായികളാണ്. അപ്പോൾ അടയാളങ്ങളും സാധ്യതകളും സഹായികളുമായിട്ടാണ് സഭ വിശുദ്ധരെ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് പ്രഖ്യാപിക്കുന്നത്. എന്ത് അടയാളങ്ങൾ എന്ന ചോദ്യമാണ് ആദ്യം നമ്മൾ ചോദിക്കേണ്ടത്. എന്തിന് വിശുദ്ധരെ പ്രഖ്യാപിക്കുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് എന്ത് അടയാളങ്ങൾ? ഒന്നാമതായിട്ട് ദൈവരാജ്യത്തിൻ്റെ അടയാളങ്ങളാണ് വിശുദ്ധർ. ക്രിസ്തുവിലൂടെ ഈ ഭൂമിയിൽ യാഥാർത്ഥ്യമാക്കപ്പെട്ട ദൈവരാജ്യം, ഈ ദൈവരാജ്യത്തിൻ്റെ അടയാളങ്ങളായിട്ട് വിശുദ്ധർ നിലകൊള്ളുന്നു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മാംസം ധരിച്ച വചനം തന്നെയാണ് വിശുദ്ധരും. അതിന് ശരിയായ ആത്യന്തികമായ അർത്ഥത്തിൽ ഈശോ മിശിഹായാണ് മാംസം ധരിച്ച ദൈവവചനം, സാക്ഷാൽ ദൈവം തന്നെയായവൻ, ദൈവപുത്രൻ. ഈ ദൈവപുത്രനിലൂടെ നൽകപ്പെട്ട ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ പങ്കുചേരുന്ന വിശുദ്ധർ ദൈവരാജ്യത്തിൻ്റെ അടയാളങ്ങളായി മാറുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കും, സമയം സമാഗതമായിരിക്കുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഈശോയുടെ വാക്കുകളാണത്. ഈ ഒരു വാക്കുകളിലൂടെയാണ് ഈശോ തൻ്റെ ദൗത്യം തുടങ്ങുന്നത് എന്ന രീതിയിലാണ് മർക്കോസ് സുവിശേഷകൻ ഈശോയുടെ ദൗത്യത്തിൻ്റെ ആരംഭം കുറിക്കുന്നത് തന്നെ. അപ്പോൾ ഈശോ ദൈവരാജ്യത്തിൻ്റെ സമാഗമനം കുറിച്ചുകൊണ്ടാണ് തൻ്റെ ദൗത്യം ആരംഭിക്കുന്നത്. ഈശോ തന്നെയാണ് ദൈവരാജ്യം. ഈശോയിലൂടെയാണ് ദൈവരാജ്യം നമ്മൾ അനുഭവിക്കുന്നത്, അതിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. ഈ ദൈവരാജ്യത്തിൻ്റെ അടയാളങ്ങളായിട്ട് വിരോചിതമായിട്ട് ജീവിച്ചവരാണ് വിശുദ്ധർ. അതുകൊണ്ട് വിശുദ്ധർ ദൈവരാജ്യത്തിൻ്റെ അടയാളങ്ങളാണ്. ദൈവരാജ്യത്തിൻ്റെ അടയാളങ്ങളായ വിശുദ്ധരെ അത്തരത്തിൽ കാണാൻ നമുക്ക് സാധിക്കണം. രണ്ടാമത്തെ അർത്ഥത്തിൽ പറഞ്ഞാൽ വിശുദ്ധർ വീരോചിതമായിട്ട് സ്നേഹം ജീവിച്ചവരാണ്. വീരോചിതമായിട്ട് സ്നേഹം ജീവിച്ചവർ. നമ്മൾ പറഞ്ഞാൽ വിശുദ്ധിയെ സ്നേഹത്തിൻ്റെ തലത്തിൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ എന്ന്. അപ്പോൾ വീരോചിതമായിട്ട് സ്നേഹം ജീവിച്ചവർ, അഗാപ്പെ എന്നുള്ള സ്നേഹത്തിൻ്റെ ഉന്നതമായൊരു തലം ജീവിച്ചവർ, അവരാണ് വിശുദ്ധർ. അതിൻ്റെ അടയാളങ്ങളായിട്ട് അവർ നിലകൊള്ളുന്നു. ക്രിസ്തു ശിഷ്യത്വത്തിൻ്റെ അടയാളങ്ങളാണ് ഈശോയുടെ ശിഷ്യന്മാർ, ഈശോയുടെ കൂടെ യാത്ര ചെയ്തവർ, ഈശോടൊപ്പം ആയിരുന്നവർ, കണ്ടുമുട്ടിയവർ, പ്രത്യേകിച്ചും അപ്പസ്തോലന്മാർ ഈശോയെ അടുത്ത് അറിഞ്ഞ് അനുഭവിച്ചവർ. അങ്ങനെയുള്ള ശിഷ്യന്മാരുടെ തുടർച്ചയായിട്ട് തിരുസഭയിൽ നമുക്കും പങ്കുചേരാൻ സാധിക്കുന്നുണ്ട്. ശിഷ്യത്വത്തിലേക്കുള്ള വളർച്ച. അപ്പോൾ ശിഷ്യത്വത്തിൻ്റെ തനിമ ജീവിച്ചവരുടെ ജീവിതം അടയാളങ്ങളായിട്ട് മാറുന്നു വിശുദ്ധരിലൂടെ. അവയെ സഭ എടുത്തു കാണിക്കുന്നു എന്നർത്ഥം. മറ്റൊരു അർത്ഥം അടയാളങ്ങൾ എന്നതിൽ തന്നെ ഉള്ളത്, വിശുദ്ധർ നന്മയുടെ, സ്നേഹത്തിൻ്റെ, ലോകത്തിൻ്റെ ശൈലിയിൽ നിന്നും മാറിയ വ്യത്യസ്തമായ ഒരു ജീവിതത്തിൻ്റെ അടയാളങ്ങളാണ്. ലോകത്തിലാണെങ്കിലും ലോകത്തിൻ്റെത് അല്ലാതായി ജീവിച്ച അലൗകികമായ ഒരു ജീവിത ശൈലിയുടെ അടയാളങ്ങളായിട്ട് മാറി നിൽക്കുന്നു. ഇങ്ങനെ അവർ അടയാളങ്ങളാണ് എന്ന് തിരുസഭ പറയുകയാണ് വിശുദ്ധരെ എടുത്തു കാണിച്ചുകൊണ്ട്. ഇനി വിശുദ്ധർ സാധ്യതകളാണ്. എന്തിൻ്റെ സാധ്യത? ഞാനും നിങ്ങളും വിശുദ്ധരായി തീരും എന്നുള്ള സാധ്യത. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ വിശുദ്ധിയിൽ വളർത്തുവാൻ സാധ്യമാണ് എന്നുള്ളതിൻ്റെ വലിയ ഒരു വിത്ത് നമ്മൾ വിശുദ്ധരിൽ കാണുന്നുണ്ട്. വിശുദ്ധർ സാധ്യതകളാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ വിശുദ്ധിയിൽ വളർത്താൻ സാധിക്കും എന്നുള്ളതിൻ്റെ സാധ്യതകൾ. പരിമിതികളിലാണ് അവരും ജനിച്ചത്, നമ്മളെപ്പോലെയൊക്കെ തന്നെ. ജീവിതത്തിൻ്റെ വിപരീത സാഹചര്യങ്ങളിൽ, പരിമിതികളിൽ, ബുദ്ധിമുട്ടുകളിൽ, പാപാവസ്ഥയിൽ പോലും ജീവിച്ച വിശുദ്ധരുണ്ട് ആദ്യ കാലഘട്ടങ്ങളിൽ. അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്നൊക്കെ മോചിതരായിട്ട് പരിമിതികളെ പൂർണ്ണതകളാക്കി മാറ്റാൻ കഴിഞ്ഞവരാണ് വിശുദ്ധർ. പരിമിതികളെക്കുറിച്ച് പരാതിപ്പെടാതെ ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് പരിമിതികളിലൊക്കെ ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വയം സമർപ്പിച്ചവരാണ് വിശുദ്ധർ. അങ്ങനെയുള്ള വലിയൊരു സാധ്യത, ഒരു വിത്ത് എൻ്റെ ഉള്ളിലും കിടപ്പുണ്ട് എന്നുള്ളതിൻ്റെ വലിയ സാധ്യതയാണ് വിശുദ്ധർ.
അനുകരിക്കുക എന്നൊക്കെ പറയുന്നത് ആ അർത്ഥത്തിലാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് പരിമിതികളിലും കുറവുകളിലും പോരായ്മകളിലും ഒക്കെ ദൈവത്തിൻ്റെ ഹിതം കണ്ടെത്തിക്കൊണ്ട് കുറവുകളെ പോരായ്മകളെയൊക്കെ നിറവുകളാക്കി മാറ്റാൻ സാധിക്കുന്നു. അതിനുള്ള സാധ്യതയാണ് വിശുദ്ധൻ അല്ലെങ്കിൽ വിശുദ്ധ എന്നുള്ള തിരിച്ചറിവ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ വിശുദ്ധർ എൻ്റെ ജീവിതത്തിലെ ഒരു അനന്ത സാധ്യതയാണ്, വലിയ ഒരു വളർച്ചയുടെ സാധ്യതയാണ്. ഈ തിരിച്ചറിവിലേക്ക് കൂടി നമ്മൾ എത്തണം. വിശുദ്ധർ സഹായികളാണ്. എന്തിൻ്റെ സഹായികൾ? നിത്യതയിലേക്ക്, ദൈവത്തിലേക്ക് എന്നെ വഴി നടത്തുന്ന സഹായികൾ. മിശിഹായിലേക്ക് എന്നെ കൈപിടിച്ച് നടത്തുന്നവർ. വിശുദ്ധരോട് കൈകോർത്ത് നടക്കാൻ പറ്റുക, അത് പ്രധാനപ്പെട്ടതാണ്. വിശുദ്ധരുടെ ജീവിതത്തിൻ്റെ ഓരം ചേർന്ന് നടക്കാൻ പറ്റുക, അതാണ് അവർ സഹായികൾ എന്ന് പറയുന്നത് കൊണ്ടൊക്കെ അർത്ഥമാക്കുന്നത്. അതോടൊപ്പം തന്നെ അവരുടെ പ്രാർത്ഥനകൾ നമുക്ക് സഹായകമായി മാറുന്നു. വിശുദ്ധരുടെ മാധ്യസ്ഥം പ്രാർത്ഥിക്കണം എന്നൊക്കെ തിരുസഭ പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. വിശുദ്ധർ നമ്മളെ വിശുദ്ധിയിൽ വളർത്തുന്നു. കൂടാതെ തന്നെ നമ്മുടെ സ്വാഭാവികമായ ആഗ്രഹങ്ങളും നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളുമൊക്കെ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാൻ വിശുദ്ധർ കാരണമാകുന്നുണ്ട്. അവരങ്ങനെ സഹായികളായി മാറുന്നു. ന്യായമായൊരു ചോദ്യം ഈ സമയത്ത് നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവാം. ക്രിസ്തുവല്ലേ ഏക മധ്യസ്ഥൻ? പിന്നെ എങ്ങനെയാണ് വിശുദ്ധർ മധ്യസ്ഥരായി മാറുന്നത്? അതിനകത്തൊരു അപകടമില്ലേ? അത് വചനത്തിനെതിരല്ലേ എന്നൊരു ചിന്തയൊക്കെ വരാം. ക്രിസ്തുവാണ് ഏക മധ്യസ്ഥൻ എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം 12-ാമത്തെ തിരുവചനം നമ്മളോട് പറയും, ആകാശത്തിന് കീഴെ രക്ഷയ്ക്ക് വേണ്ടി മിശിഹായുടെ അല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. 100% സത്യമാണ്. സഭയത് പഠിപ്പിക്കുന്നുമുണ്ട്. യഥാർത്ഥത്തിൽ രക്ഷകൻ എന്ന നിലയിൽ സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണി എന്ന നിലയിൽ ഏകരക്ഷകൻ അത് മിശിഹ മാത്രമാണ്. ആ അർത്ഥത്തിൽ യഥാർത്ഥ മധ്യസ്ഥനും രക്ഷകനും ഈശോ തന്നെയാണ്. വിശുദ്ധർ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നു. അതാണ് അവരുടെ മാധ്യസ്ഥം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കൃത്യമായ ഉദാഹരണ സഹിതം പറഞ്ഞാൽ, വിശുദ്ധനായ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന വേളയിൽ തന്നെ വിശുദ്ധരായിട്ട് നമ്മൾ പലരെയും കാണാറുണ്ട്. പ്രാർത്ഥിക്കുന്നവർ, നന്നായി ജീവിക്കുന്നവർ, നന്മ നിറഞ്ഞ മനുഷ്യരെ നമ്മൾ വിശുദ്ധരായി കാണും, വിശ്വാസമുള്ളവർ. അങ്ങനെയുള്ള ആളുകളോട് നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് പറയും. നമ്മൾ ആ പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്നുണ്ട്. പൗലോസ്ലീഹ തന്നെ അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ട് സഭകളോട്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയിലൂടെ നിങ്ങൾ എന്നെ സഹായിക്കണം. പലപ്പോഴായിട്ട് പൗലോസ്ലീഹ തൻ്റെ ലേഖനങ്ങളിൽ ആവർത്തിക്കുന്ന കാര്യമാണിത്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരോട് പ്രാർത്ഥിക്കുവാൻ പറയുക എന്നുള്ളതിന് സ്വാഭാവികമായി നമ്മളൊക്കെ വിശ്വസിക്കുന്ന കാര്യമാണ്. ആ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാവുകയും ചെയ്യും. ഇങ്ങനെ നമ്മൾ ആരോട് പ്രാർത്ഥിക്കാൻ പറയുന്നുവോ ആ വ്യക്തി മരണമടഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവസന്നിധിയിലേക്കാണ് സ്വീകരിക്കപ്പെടുന്നത്. തനത് വിധിയും പൊതുവിധിയും ഉണ്ടെന്ന് തിരുസഭ പഠിപ്പിക്കുന്നുണ്ട്. തനത് വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കുന്ന നിമിഷം തന്നെ ദൈവസന്നിധിയിലേക്ക് അവർ സ്വീകരിക്കപ്പെടുകയാണ്, അല്ലെങ്കിൽ ശുദ്ധീകരണം പൂർത്തിയാക്കിക്കൊണ്ട് ദൈവസന്നിധിയിലേക്ക് അവരെത്തും എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ദൈവസന്നിധിയിൽ ആയിരിക്കുന്ന വിശുദ്ധൻ അല്ലെങ്കിൽ വിശുദ്ധ ഭൂമിയിൽ വെച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിനേക്കാൾ കുറച്ചുകൂടി അടുത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ സാധിക്കുമ്പോൾ അവരുടെ മാധ്യസ്ഥ്യം എനിക്ക് അനുഗ്രഹമായി മാറുന്നു. അതുകൊണ്ട് നമ്മൾ വിശുദ്ധരുടെ മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്നത് തികച്ചും നല്ലതും അതാവശ്യവുമാണ്. ഈ ഒരു അർത്ഥത്തിൽ നമുക്ക് വിശുദ്ധരെ മനസ്സിലാക്കാൻ സാധിക്കണം. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് മാതൃകയും മധ്യസ്ഥരുമായിട്ട് തിരുസഭ വിശുദ്ധരെ നിയോഗിക്കുന്നത്, വിശുദ്ധരെ പ്രഖ്യാപിക്കുന്നത്. ഒത്തിരിയേറെ പഠനങ്ങളും അന്വേഷണങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ശേഷം മാത്രമാണ് വിശുദ്ധർ ആണ് ഇവർ എന്ന് സഭ ആധികാരികമായിട്ട് പ്രഖ്യാപിക്കുന്നത്. വിശുദ്ധരുടെ ജീവിതങ്ങൾ അനുഗ്രഹത്തിൻ്റെ സാധ്യതകളാണ്. ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ വിശുദ്ധർ അടയാളങ്ങളാണ്, വിശുദ്ധർ സാധ്യതകളാണ്, വിശുദ്ധർ സഹായികളാണ്. ഈ വിശുദ്ധ ജീവിതങ്ങളെ അടുത്ത് അറിയാൻ, അനുകരിക്കാൻ, അവരുടെ ജീവിതങ്ങളെ നോക്കിക്കാണാൻ നമുക്ക് ആത്മാർത്ഥമായി ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. അഴുകാത്ത വിശുദ്ധ ജീവിതങ്ങളെ കുറച്ചുകൂടി നമ്മൾ ഈ തുടർന്നുള്ള എപ്പിസോഡുകളിൽ അടുത്ത് കാണാൻ ശ്രമിക്കുകയാണ്. പല വിശുദ്ധരുടെയും ശരീരങ്ങൾ മരണശേഷം അഴുകാതിരിക്കുന്നു എന്നുള്ളത് വിസ്മയകരമായ ഒരു സത്യമാണ്. തിരുസഭ വിശുദ്ധരായി പ്രഖ്യാപിച്ച പലരുടെയും ശരീരങ്ങൾ വർഷങ്ങൾക്ക് ശേഷം, നൂറ്റാണ്ടുകൾക്ക് ശേഷം പോലും അഴുകാതിരിക്കുന്നത്, ശോഭയോടെ ഇരിക്കുന്നത്, സുഗന്ധം പോലും പരത്തുന്ന രീതിയിൽ ആയിരിക്കുന്ന അവസ്ഥയിൽ കാണപ്പെടുകയുണ്ടായി. ചരിത്രത്തിൽ നിഷേധിക്കാനാവാത്ത ഈ സത്യങ്ങൾ അടുത്ത നാളുകളിലാണ് കൂടുതൽ മനസ്സിലാക്കാനിടയായത്. മനുഷ്യന് നിത്യം ജീവിക്കുവാനുള്ളൊരാഗ്രഹമുണ്ട്. വിവര സാങ്കേതിക വിദ്യകൾ കൂടാതെ
ആധുനിക ശാസ്ത്ര സാങ്കേതിക മികവുകളൊക്കെ മനുഷ്യനെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ പിടിച്ചു നിൽക്കാനും എന്നും ജീവിക്കാനുമുള്ള ആഗ്രഹത്തിലേക്ക് അവനെ നയിക്കുന്നുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഈജിപ്തിലെ മമ്മികൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതടുത്ത് കാണാനുമിടയായിട്ടുണ്ട്. 3000 വർഷം 4000 വർഷമൊക്കെ പഴക്കമുള്ള ഫറവോമാരുടെ ശരീരങ്ങൾ സ്റ്റഫ് ചെയ്ത അവസ്ഥയിൽ കേടുകൂടാതെ സൂക്ഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതെല്ലാം ഉണങ്ങി വരേണ്ട ഒരു അവസ്ഥയിലാണ്. ശരീരഭാഗങ്ങളുണ്ട്, ശരീരം ആസ്വദിച്ചായിട്ട് നിലകൊള്ളുന്നെങ്കിൽ പോലും ഉണങ്ങിയ അവസ്ഥയിൽ. ഇതൊക്കെ ഒരുതരം ആഗ്രഹമാണ്. ആഗ്രഹത്തിൻ്റെ ഫലമായിട്ട് അങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നതാണ്. പിന്നീടും ആധുനിക കാലഘട്ടത്തിലും ഇതുപോലെയുള്ള സാങ്കേതിക ശാസ്ത്ര വിദ്യകളുടെയൊക്കെ സഹായത്തോടുകൂടി പ്രത്യേക തരത്തിൽ രൂപപ്പെടുത്തിയ ശരീരങ്ങൾ അങ്ങനെ കേടുകൂടാതൊക്കെ സൂക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട്. മതപരമായ ചില കാരണങ്ങളും ഇതിൻ്റെയൊക്കെ പുറകിൽ ചിലപ്പോഴൊക്കെ ഉണ്ട്. ചരിത്രത്തിൽ അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. ശരീരം ഇങ്ങനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അത് നിത്യതയിലേക്ക് പിന്നീട് ഉയർപ്പിക്കപ്പെടും എന്നുള്ള ചിന്തകളൊക്കെ ഉണ്ടാകും അതിൻ്റെ പുറകിൽ. പക്ഷെ നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് അത്തരത്തിലുള്ള ഏതെങ്കിലും സാധ്യതകൾ വിനിയോഗിച്ചുകൊണ്ട് ശാസ്ത്ര മേഖലകളിലൂടെ എന്തെങ്കിലും തരത്തിൽ മാറ്റിവെക്കപ്പെട്ട ശരീരമല്ല, മറിച്ച് പൂർണ്ണമായ സ്വാഭാവികമായ രീതിയിൽ ബെറി ചെയ്യപ്പെട്ട ശരീരങ്ങൾ. ചില ശരീരങ്ങളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അഴുകിത്തീരാൻ വേണ്ടി കുമ്മായം കൂടി ചേർത്ത് അടക്കം ചെയ്ത ശരീരങ്ങളുണ്ട്. ഉദാഹരണത്തിന് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ ശരീരം, വിശുദ്ധ കുരിശിൻ്റെ യോഹന്നാൻ തുടങ്ങിയ വിശുദ്ധരുടെയൊക്കെ ശരീരങ്ങൾ എത്രയും പെട്ടെന്ന് അഴുകാൻ വേണ്ടിയിട്ട് തന്നെ മാറ്റിവെച്ചതും അടക്കിയതുമാണ്. എന്നിട്ട് പോലും അതൊക്കെ തേജസ്സുള്ള ശരീരങ്ങളായിട്ട് മരണശേഷം നിലകൊള്ളുന്നു എന്നുള്ള വലിയ സത്യം. നൂറ്റാണ്ടുകൾക്ക് ശേഷം പോലും അങ്ങനത്തെ അവസ്ഥയിലൊക്കെ അത് കാണപ്പെട്ടു എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കണം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ശരീരങ്ങൾ അഴുകാതെ ഇരിക്കാൻ ദൈവം അവസരം കൊടുക്കുന്നത്? ഓരോ വിശുദ്ധനും ഒരു പ്രത്യേക നിയോഗമുണ്ടാകും. വിശുദ്ധർ അടയാളങ്ങളാണല്ലോ. അതുകൊണ്ട് ഒരു പ്രത്യേക അടയാളവും ഒരു പ്രത്യേക സന്ദേശവും വിശുദ്ധൻ അല്ലെങ്കിൽ വിശുദ്ധയ്ക്ക് ലോകത്തിന് തരാനുണ്ട്. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്: എന്തുകൊണ്ടായിരിക്കാം ചിലരുടെ ശരീരങ്ങൾ അഴുകാതെ ഇരിക്കുന്നത്? ബെനഡിക്റ്റ് 14 മാർപ്പാപ്പ വിശുദ്ധരുടെ നാമകരണവുമായിട്ട് ബന്ധപ്പെട്ട് എഴുതിയ തിരുവെഴുത്തിൽ അഴുകാതിരിക്കുക എന്ന് പറയുന്നത് വിശുദ്ധിയുടെ മാനദണ്ഡം മാത്രമായിട്ട് കാണാൻ എപ്പോഴും പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ പറഞ്ഞാൽ അഴുകാതിരിക്കുക എന്ന ഒറ്റ കാരണത്തിൻ്റെ പേരിൽ ഒരു വ്യക്തി വിശുദ്ധനാണ്, വിശുദ്ധയാണ് എന്ന് കാണാൻ പാടില്ല എന്ന് പിതാവ് പറയുന്നുണ്ട്. അതേസമയം തന്നെ അഴുകാതിരിക്കുന്നത് ദൈവം പ്രത്യേകമായ ഒരു ഇടപെടലിലൂടെ അങ്ങനെ ഒരു വ്യക്തിയുടെ വിശുദ്ധിയെ എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെ തരുന്ന ഒരു നിയോഗമായിരിക്കാനും സാധ്യതയുണ്ട്. എല്ലാം കൂടി നമ്മൾ പരിഗണിക്കുമ്പോൾ എന്തുകൊണ്ടായിരിക്കാം ചില ശരീരങ്ങൾ അഴുകാതിരിക്കുന്നത്, അല്ലെങ്കിൽ ദൈവം അങ്ങനെ പ്രത്യേകമായ വിധം ഇടപെട്ടുകൊണ്ട് ചില ശരീരങ്ങളെ ഇൻടാക്റ്റായിട്ട് സൂക്ഷിക്കാൻ, ഇൻകറപ്റ്റബിളായിട്ട് സൂക്ഷിക്കാൻ ഇടയാകുന്നത്? അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ 2-3 ആശയങ്ങളാണ് എനിക്ക് പങ്കുവയ്ക്കാനുള്ളത്. ഒന്ന്, നിത്യത എന്ന് പറയുന്ന ഒരു സത്യത്തെ മുൻപിൽ കണ്ടുകൊണ്ട് ജീവിക്കാൻ അഴുകാത്ത ശരീരമുള്ള വിശുദ്ധർ നമ്മളെ പ്രബോധിപ്പിക്കുകയാണ്. ഈ ശരീരം നിത്യതയിലേക്ക് ദൈവത്തിൻ്റെ പ്രത്യേകമായ പദ്ധതിയാൽ അനുഗ്രഹിക്കപ്പെട്ട ശരീരമാണ്. അതിന് രൂപാന്തരീകരണം സംഭവിക്കും എങ്കിൽ പോലും ഈ ശരീരം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതാണ്. നിത്യത എന്ന് പറയുന്ന വലിയൊരു ലക്ഷ്യം നമ്മുടെ മുമ്പിലുണ്ട്. ഈ ഭൂമിയിൽ തീരുന്നതല്ല നമ്മുടെ ഈ കൊച്ചു ജീവിതം. 70, 80, 100 വർഷങ്ങൾ ഈ ഭൂമിയിൽ പിന്നിടുന്ന ഒരു കൂടാരവാസത്തിനകത്ത് ഒതുങ്ങുന്നതല്ല ഈ ജീവിതം. ഇത് നിത്യതയിലേക്ക് നിരന്തരം അനുസ്യൂതമായിട്ട് നീണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതമാണ്. ഇവിടെ തീരുന്ന താൽക്കാലിക കൂടാരങ്ങളായിട്ട് ഈ ജീവിതത്തെ അത്ര നിസ്സാരമായി കരുതുന്നത് വലിയ അക്ഷന്തവ്യമായ തെറ്റാണ്. ചിലപ്പോഴൊക്കെ ലോകത്തിൻ്റെ ഗതിവിഗതികളിൽ ഇടുങ്ങി ചിന്തിക്കുന്ന വ്യക്തികൾ, അത്തരത്തിൽ വിശ്വാസമില്ലാത്തവർ അങ്ങനെയൊക്കെ ചിന്തിക്കാനിടയാകുന്നുണ്ടാവും. ഒരു താൽക്കാലിക കൂടാരത്തിൽ എന്ന വിധം നമ്മുടെ ജീവിതത്തെ അത്ര നിസ്സാരമായി നോക്കിക്കാണാൻ പാടില്ല. ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം അതിവിടെ തന്നെ തീരുന്നതാണെന്ന് ശഠിക്കുകയും അങ്ങനെ ചിന്തിക്കുകയും ചെയ്യുന്നത് നിശ്ചയമായിട്ടും വിശ്വാസത്തിൻ്റെ അഭാവമാണ്. വെറും ഭൗതിക മാത്രമായ രീതിയിൽ ജീവിതത്തെ നോക്കിക്കണ്ടുകൊണ്ട് അത്ര നിസ്സാരമായി കാണുമ്പോഴുണ്ടാകുന്ന അപകടങ്ങൾ വളരെ വലുതാണ്. ഈ ഭൂമിയിൽ തന്നെ ജീവിതം ആസ്വദിക്കാമെന്ന് ചിന്തിച്ചാൽ അതിനെ ശരിയാവണ്ണം ആസ്വദിക്കാൻ പറ്റില്ല. ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് സ്നേഹത്തെ അതിൻ്റെ തനിമയിൽ കാണുമ്പോൾ, മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ബന്ധങ്ങൾക്ക് പോലും അർത്ഥമുണ്ടാകുന്നത്. അല്ലെങ്കിൽ എല്ലാം ക്ഷണികമായിട്ട് അനുഭവപ്പെടും. ഒരു റെയിൽവേ സ്റ്റേഷനിലെ കാഴ്ചകൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഒത്തിരിയേറെ സ്നേഹിച്ച് അടുത്തു നിന്ന് കൂടെ സഞ്ചരിച്ച വർഷങ്ങൾ പിന്നിട്ട സ്നേഹബന്ധങ്ങൾ, അതല്ലെങ്കിൽ കൂടെ സഞ്ചരിച്ചവർ, വർഷങ്ങളായിട്ട് കൂടെ ഉണ്ടായിരുന്ന ഒരു ജീവിത പങ്കാളി ഒരു നീണ്ട യാത്രയ്ക്ക് പോകുന്നു. നാളുകൾ കഴിഞ്ഞ് ഒരുപക്ഷെ തിരിച്ചു വരികയുള്ളൂ. ഒരുപക്ഷെ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടാതിരിക്കാം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ
ട്രെയിനിൽ കയറി ഇരിക്കുമ്പോൾ അടുത്തുനിന്ന് നിറമിഴികളോടുകൂടി നോക്കിക്കാണുന്നതും കുറേയേറെ സമയം കൂടി വർത്തമാനം പറയാൻ ആഗ്രഹിക്കുന്നതും പിന്നെ ട്രെയിനിൻ്റെ ചൂളം വിളി കേൾക്കുമ്പോൾ മുഖാമുഖം നോക്കി നിന്ന് നിറമിഴികളോടുകൂടി ഇത്തിരി നേരം കൂടെ ഒന്ന് ഓടിയ കയ്യിൽ പിടിച്ചിട്ട് കൈവിട്ടു പോകുന്ന ഒരവസ്ഥ. നോക്കി നിൽക്കുന്നവർക്ക് പോലും കണ്ണു നനയും. ട്രെയിനിൻ്റെ അവസാനത്തെ ബോഗിയും കടന്നു പോകുന്നത് വരെ, അത് കുറേ ദൂരം കടന്നു പോകുന്നത് വരെ ഈ മനുഷ്യൻ നോക്കി നിൽക്കുന്നുണ്ടാവും, തൻ്റെ പ്രിയപ്പെട്ട വ്യക്തി അതിനകത്തുള്ളത് കൊണ്ട്. അവസാനം ഒരു ഗുണനചിഹ്നമുണ്ട്, എല്ലാം കഴിഞ്ഞു തീർന്നു, ഇനി മുമ്പോട്ടിപ്പോഴില്ല എന്നുള്ള ഒരു ചിഹ്നം. അത് കണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തിരികെ പോരുന്ന കാഴ്ചകളൊക്കെ, ബന്ധങ്ങൾക്ക് അതിൻ്റെതായ പരിമിതികൾ എപ്പോഴുമുണ്ട്. പക്ഷെ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ ബന്ധങ്ങളെ തിരിച്ചറിയുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ അതൊക്കെ നിത്യതയോളം നീളുന്നതാണ്. അതുകൊണ്ട് ഈ കൊച്ചു ജീവിതം നിത്യത വരെ എത്താനുള്ളതാണെന്നുള്ള വലിയ ഓർമ്മപ്പെടുത്തലാണ് അഴുകാത്ത ശരീരമുള്ള വിശുദ്ധർ എന്ന് പറഞ്ഞാൽ അത് സത്യമാണ്. ഇവിടെ ഇങ്ങനെ അഴുകിത്തീരാനുള്ളതല്ല, അത് നിത്യതയോളം എത്താനുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹം ജീവിച്ച് നന്മ ചെയ്ത് സുഹൃത സമ്പന്നമായ അനുഗ്രഹീതമായ ഒരു ജീവിതം ദൈവത്തോട് ചേർന്ന് നയിക്കണം. ഈ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ അനുഭവങ്ങളെ, വിപരീതാനുഭവങ്ങളെയും സന്തോഷകരമായ അനുഭവങ്ങളെയും ഒക്കെ അതിൻ്റെ രീതിയിൽ തമ്പുരാൻ തരുന്ന കൃപയോട് ചേർന്ന് സ്വീകരിക്കുമ്പോൾ അതൊക്കെ അനുഗ്രഹമായി മാറുന്നു. അങ്ങനെ വിശുദ്ധീകരിക്കാൻ കഴിയണം. ഇതൊക്കെ തന്നെയല്ലേ ഈ വിശുദ്ധർ പറയുന്നത്. അതുകൂടാതെ വിശുദ്ധർ നമ്മളോട്, അഴുകാത്ത ശരീരമുള്ള വിശുദ്ധർ നമ്മളോട് പറയുന്നത്, നമ്മുടെ ശരീരം ഉത്ഥാനം ചെയ്യും. മിശിഹ ഉത്ഥാനം ചെയ്ത ശരീരമുള്ളവനായിരുന്നല്ലോ. അവിടുന്ന് മരണശേഷം ഉത്ഥിതനായി മാറി. ഉത്ഥിത ശരീരം സ്ലീഹന്മാർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന വേളയിൽ, ഭയചകിതരായിട്ട് ഒരുമിച്ചിരിക്കുന്ന വേളയിൽ ഭിത്തികൾക്കപ്പുറത്തേക്ക് കതകുകൾ തുറക്കാതെ അകത്തേക്ക് കടന്നു ചെന്ന് അവർക്ക് സമാധാനം ആശംസിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു തരത്തിൽ ഒരു ട്രാൻസ്ഫോംഡ് ബോഡി, ഉത്ഥിത ശരീരം, രൂപാന്തരം പ്രാപിച്ച ശരീരം, അത്തരത്തിലുള്ളൊരു ശരീരമായിരുന്നു ഉത്ഥാനം ചെയ്ത മിശിഹായുടേത് എന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട് തിരുവചനത്തിൽ. സഭ പഠിപ്പിക്കുന്നതും അങ്ങനെ തന്നെയാണ്. മനുഷ്യൻ്റെ ജീവിതം, ഈ ശരീരം ദൈവത്തിൻ്റെ കൃപയാൽ നൽകപ്പെട്ടതാണ്. ശരീരത്തിന് അതിൻ്റെ പവിത്രതയുണ്ട്. അത് ഇല്ലെന്നായി അഴിഞ്ഞു തീരാനുള്ളതല്ല, അഴിഞ്ഞ് ഇല്ലെന്നായി തീർന്നിട്ട് അത് രൂപാന്തരം പ്രാപിക്കാനുള്ളതാണെന്നുള്ള ഒരു വലിയ ഓർമ്മപ്പെടുത്തൽ അഴുകാത്ത ശരീരമുള്ള വിശുദ്ധർ, അഴുകാതെ സുഗന്ധം പുറപ്പെടുവിക്കുന്ന ശരീരമുള്ള വിശുദ്ധർ നമ്മളോട് പറയുകയാണ്. ഈ ഒരു തിരിച്ചറിവിലേക്ക് ഈ വിശുദ്ധരുടെ ജീവിതവും സാന്നിധ്യവും ശരീരവും ഒക്കെ നമ്മളെ എത്തിക്കുന്നുണ്ട്. മാതാവിൻ്റെ സ്വർഗാരോപണത്തെക്കുറിച്ച് നമ്മൾ ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അമ്മ ഉറങ്ങി എന്നാണ് പറയുക. ആ നാമത്തിലുള്ള ദൈവാലയവും ജെറുസലേമിലുണ്ടെന്ന് നമുക്കറിയാം. പരിശുദ്ധ അമ്മ ആ ഭൗതിക ശരീരത്തോടുകൂടി സ്വർഗത്തിലേക്ക് പോയി എന്ന അർത്ഥമല്ല, മറിച്ച് അത്രമാത്രം പവിത്രമായ ആ പരിശുദ്ധമായ ജീവിതം ദൈവസന്നിധിയിലേക്ക് രൂപാന്തരീകരണം പ്രാപിച്ചെടുക്കപ്പെട്ടു എന്ന അർത്ഥത്തിലാണ് അതിനെ സഭ മനസ്സിലാക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതം ഇതുപോലെ പവിത്രമാണ്. ഗാത്രം, ക്ഷേത്രം, പവിത്രം, ഈ ചിന്തകൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ടതാണ്. അഴുകാത്ത വിശുദ്ധരെ പഠിപ്പിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പാഠം ശരീരത്തിൻ്റെ പരിശുദ്ധി. ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. പൗലോസ്ലീഹ തന്റെ ലേഖനങ്ങളിലൊക്കെ വളരെ കൃത്യമായിട്ടത് പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് ഈ ശരീരമെങ്കിൽ അതിനെ പരിശുദ്ധമായിട്ട് തന്നെ സൂക്ഷിക്കണം. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ, പ്രതിബന്ധങ്ങളിൽ, പ്രലോഭനങ്ങളിൽ ഉലഞ്ഞു പോവാതെ, തകർന്നു വീഴാതെ നമ്മുടെയൊക്കെ ജീവിതത്തെ പവിത്രമായി സംരക്ഷിക്കണം എന്ന് ഈശോ നമ്മോട് ആവശ്യപ്പെടുകയാണ് അപ്പസ്തോലനിലൂടെ. അതുകൊണ്ട് ശരീരത്തിൻ്റെ പരിശുദ്ധി സൂക്ഷിക്കണമെന്ന ഒരു സന്ദേശം കൂടി ഈ എപ്പിസോഡുകൾ അഴുകാത്ത ശരീരമുള്ള വിശുദ്ധരുടെ ജീവിതങ്ങൾ നമ്മോട് പറയും. ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലുമൊക്കെ നമുക്ക് കുറവുകൾ വന്നിട്ടുണ്ടാവും, പോരായ്മകൾ വന്നിട്ടുണ്ടാവും. അതിനൊക്കെ മാപ്പ് ചോദിക്കാൻ, ദൈവസന്നിധിയിൽ പരിശുദ്ധമായൊരു ജീവിതം നയിക്കുവാൻ ഇന്ന് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് അഴുകാത്ത ശരീരമുള്ള വിശുദ്ധർ നമ്മുടെ ജീവിതത്തെ പഠിപ്പിക്കുന്ന ശ്രദ്ധേയമായ ചില പാഠങ്ങളുണ്ട്. നിത്യത എന്ന് പറയുന്ന ഒരു സത്യത്തെ ലക്ഷ്യമാക്കി ഈ ഭൂമിയിലെ ജീവിതം അർത്ഥപൂർണമായി ജീവിക്കുവാൻ, നന്മ നിറഞ്ഞ ജീവിതം നയിക്കുവാൻ, സ്നേഹത്തെ അതിൻ്റെ തനിമയിൽ ജീവിക്കുവാൻ. 2, നമ്മുടെ ശരീരവും ഉയർപ്പിക്കപ്പെടും എന്ന ചിന്തയിൽ ഉത്ഥാനത്തിൻ്റെ മഹത്വത്തിൽ ജീവിക്കുവാൻ, എല്ലാവരുടെയും ജീവിതങ്ങളെ അത്തരത്തിൽ മഹത്വമുള്ള ജീവിതങ്ങളായി കണ്ടു മനസ്സിലാക്കുവാൻ, ഒപ്പം ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് എന്ന ചിന്തയിൽ വ്യാപരിക്കുവാൻ ഒക്കെ നമുക്ക് സാധിക്കണം. ഈ ഒരു വലിയ തിരിച്ചറിവുകളിലേക്കാണ് തുടർന്നുള്ള നമ്മുടെ എപ്പിസോഡുകളൊക്കെ ഓരോ വിശുദ്ധനെയും വിശുദ്ധയെയും നാം പരിചയപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിനെയും ഹൃദയത്തെയും എത്തിക്കുന്നത്. ആ ഒരു ബോധ്യത്തിലേക്ക് കടന്നു വരാൻ നമുക്ക് കഴിയട്ടെ. അതുകൊണ്ട് അഴുകാത്ത വിശുദ്ധർ എന്നുള്ള നിത്യ വിസ്മയത്തിൻ്റെ അനുഭവത്തിൽ ആയിരുന്നു കൊണ്ട് നമ്മുടെയൊക്കെ ജീവിതങ്ങളെ ദൈവസന്നിധിയിൽ ചേർത്ത് വെക്കാൻ,
തമ്പുരാനോട് ചേർന്നുകൊണ്ട് ഈ കൊച്ചു ജീവിതത്തെ അതിൻ്റെ തനിമയിലും അർത്ഥപൂർണമയിലും ആനന്ദത്തിലും ജീവിക്കുവാൻ നമുക്ക് കഴിയട്ടെ. അതിന് ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് മെഴുപൂട്ടി ദൈവസാന്നിധ്യത്തിലേക്ക് കടന്നു വരാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. നിൻ്റെ വിശുദ്ധിയിലേക്ക് നീ ഞങ്ങളെ ഓരോരുത്തരെയും വിളിച്ചതിനെ ഓർത്ത് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. വിശുദ്ധരാകുവാൻ വിളിക്കപ്പെട്ടവരാണല്ലോ ഞങ്ങൾ ഓരോരുത്തരും. ഈ വിശുദ്ധിയിലേക്കുള്ള വിളിക്ക് ഞങ്ങളുടെ ചിന്ത കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഉത്തരം നൽകുവാൻ നീ ഞങ്ങളെ അനുഗ്രഹിച്ചാലും ഞങ്ങൾക്ക് മാതൃകകളായി വിശുദ്ധരെ നീ നൽകിയിട്ടുണ്ടല്ലോ. തിരുസഭ ഞങ്ങൾക്ക് അടയാളങ്ങളായി, സാധ്യതകളായി, സഹായികളായി വിശുദ്ധരെ നൽകിയിട്ടുണ്ടല്ലോ. അവരെയൊക്കെ മുൻപിൽ കണ്ടുകൊണ്ട് ഞങ്ങളുടെ ജീവിതയാത്രയും ഈ വിശുദ്ധാത്മാക്കളുടെ ഓരം ചേർന്നുകൊണ്ട് മുൻപോട്ട് അവിടുന്ന് നയിക്കണമേ. ഞങ്ങളുടെ ചിന്തകളെയും വ്യാപാരങ്ങളെയും മാനസിക വ്യാപാരങ്ങളെയെല്ലാം അവിടുന്ന് നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ ജീവിത ശൈലികളെ അവിടുന്ന് വേണ്ട വിധം ഇടപെട്ട് ചിട്ടപ്പെടുത്തണമേ. നല്ല ദൈവമേ, വിശ്വാസത്തിൽ വളരുവാൻ, സ്നേഹത്തിൽ വളരുവാൻ, നന്മ നിറഞ്ഞവരായി തീരുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചാലും ഞങ്ങളുടെ സാന്നിധ്യം വിശുദ്ധ സാന്നിധ്യമായി മറ്റുള്ളവർക്ക് അനുഭവപ്പെടുവാൻ ഇടയാകട്ടെ. ഞങ്ങളുടെ ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലും വന്ന പിഴവുകളോർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. അനുഗ്രഹ സാന്നിധ്യങ്ങളായിട്ട് സന്തോഷവും സ്നേഹവും സമാധാനവും പങ്കുവയ്ക്കുന്നവരായി മാറുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചാലും ഞങ്ങളുടെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും നിൻ്റെ രാജ്യം പ്രഘോഷിക്കപ്പെടുവാൻ, നിൻ്റെ സ്നേഹം പങ്കുവയ്ക്കപ്പെടുവാൻ, നിൻ്റെ സാന്നിധ്യം നൽകപ്പെടുവാൻ ഇടയാവട്ടെ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയമേ, സകല വിശുദ്ധരെ മാലാഹമാരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ്യം പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.